കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന്റെ അതായത് 2025-2026 ഇയറിന്റെ ഇൻകം ടാക്സ് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടോ? അതായത് ജൂലൈ 31 വരെയാണ് സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി. ബിസിനസ്സുകാർക്കാണെങ്കിൽ അത് ഓഗസ്റ്റ് 31 വരെയുണ്ട്. അതിനുള്ളിൽ തന്നെ ഫയൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർ ഇനിയും ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഫയൽ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിനകത്തൊരു പെനാൽറ്റി ചാർജബിൾ ആവും. അതായത് 1000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ഒരു എമൗണ്ട് നമുക്ക് പെനാൽറ്റി ആയിട്ട് ഇൻകം ടാക്സിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനിയിപ്പോൾ അത് വീണ്ടും ഡിലേ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ആ 5000ന്റെ മുകളിൽ വീണ്ടും നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ITR ഫയൽ ചെയ്യേണ്ട ആൾക്കാർ നമ്മളിപ്പോൾ ന്യൂ റെജിം വഴിയാണ്, നമുക്കറിയാം ന്യൂ റെജിം എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആൾക്കാർക്ക് അതായത് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണോ എന്ന് ചോദിക്കുന്നിടത്താണ് കുറേ പേർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളത്. സോ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് 12 ലക്ഷം രൂപ വരെ സാലറി ഉള്ളൂ, പക്ഷേ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അടുത്ത് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. 2025-26 ഫിനാൻഷ്യൽ ഇയറിന്റെ ഒരു ഇൻകം ടാക്സ് ഫയലിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അസസ്മെന്റ് ഇയർ നോക്കുകയാണെങ്കിൽ 2026-27 ആണത്. സോ നമ്മളെ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഒരു വർഷം എത്ര ഇൻകം നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്, അതിന്റെ മുകളിൽ നമ്മൾ എത്ര ടാക്സ് അടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഔദ്യോഗിക റിപ്പോർട്ടാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ ഇൻകം ടാക്സ് നമ്മൾ എപ്പോഴും എല്ലാ വർഷവും പ്രോപ്പറായിട്ട് തന്നെ ഫയൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ITR എന്ന് പറയുന്നത് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അതൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. നമുക്കൊരു ലോൺ നമ്മൾ അപ്ലൈ ചെയ്യാണ്, ഹോം ലോണ്, കാർ ലോണ്, അങ്ങനെയുള്ള ലോൺസിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ ബാങ്കുകൾ ഏറ്റവും കൂടുതൽ ആസ്ക് ചെയ്യുന്നത് ITR റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. സോ അത് നമുക്കൊരു റെക്കോർഡിക്കലായിട്ടുള്ള നമ്മളുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്ന ഒരു രേഖയായതുകൊണ്ടാണ് അത് എല്ലാ സ്ഥലത്തും ചോദിക്കുന്നത്. അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ UK, US ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ITR അവർ ചോദിക്കാറുണ്ട്. ന്യൂ റെജിം പ്രകാരം 4 ലക്ഷം രൂപ വരെയാണ് സാലറി ഒരു വർഷം ഏൺ ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ ആ ഒരു എക്സംഷൻ ഉണ്ട്. അതായത് നമ്മൾ ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ 4 ലക്ഷത്തിന് മുകളിൽ സാലറി ഏൺ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 12 ലക്ഷം രൂപ വരെ ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലക്ഷത്തിന് മുകളിലേക്ക് നമുക്ക് സാലറി വരുമ്പോൾ നമുക്ക് അവിടെ സെക്ഷൻ 87A എന്ന് പറയുന്ന ഒരു റിബേറ്റ് നമുക്ക് അവിടെ ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് ഈ റിബേറ്റ് വഴി ഡിഡക്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് പേയ്മെന്റ് വരുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളവിടെ ടാക്സ് കൊടുക്കണ്ട, പക്ഷെ നമ്മൾ ITR ഫയൽ ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. നമുക്ക് സാലറി ലഭിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ FD എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഈ റീഫണ്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് അധികമായിട്ട് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ITR ഫയൽ ചെയ്തിട്ടേ പറ്റുള്ളൂ. ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് റീഫണ്ട് ആയിട്ട് ലഭിക്കും. നമ്മൾ ലാൻഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഇതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ITR ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ ഭാവിയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, അതായത് നമ്മളെ ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻസോ എൻക്വയറീസ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ITR ഫയൽ ചെയ്തിട്ടുള്ള ഡാറ്റ റെക്കോർഡ് നമ്മൾ കാണിക്കുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു പ്രൂഫ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഏത് തരത്തിലും നമുക്ക് ITR നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ പ്രോപ്പർ ടൈമിൽ നമ്മൾ ITR ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് അതിനൊരു പെനാൽറ്റി ആപ്ലിക്കബിൾ ആണ്. അതായത് 1000 രൂപ മുതൽ 5000 രൂപ വരെ നമ്മൾ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ടാക്സ് ഫയൽ ചെയ്യേണ്ടതിനും നമുക്കൊരു ഇൻട്രസ്റ്റ് ഈടാക്കും. കാരണം ലേറ്റ് ഫയലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഈടാക്കുകയും ചെയ്യും. ഈ പറഞ്ഞ 5000 റുപ്പീസ് നമുക്ക് പെനാൽറ്റിയും അടയ്ക്കേണ്ടി വരും. സോ അധിക ബാധ്യത വരാതെ തന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ബിസിനസ് ഓൺ ചെയ്യുന്ന ആൾക്കാരാണ്, പ്രൊഫഷണൽ ഇൻകം ഉണ്ട്, അങ്ങനെ ആൾക്കാർക്ക് ഓഗസ്റ്റ് 31 വരെ നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള വിൻഡോ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നമുക്ക് ലോസ് സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ ലോസ് സംഭവിച്ചു, നമ്മൾ ITR ഫയൽ ചെയ്തിട്ടില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അടുത്ത വർഷം നമ്മൾ അത് പ്രോഫിറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ലോസ് നമുക്ക് അവിടെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഈ ITR ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ. സോ ഇതിനൊക്കെ നമ്മൾ ITR ഫയൽ ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോൾ ITR ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം, അതിൻ്റെ മുകളിൽ നമ്മൾ ലേറ്റ് ഫീ കൊടുക്കണം. പിന്നെ നമ്മൾ ITR അഥവാ നമുക്ക് ഇൻകം ടാക്സ് ടാക്സ് പേ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ
ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. പിന്നെയുള്ളത് നമുക്ക് TDS കാര്യങ്ങളൊക്കെ തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റീഫണ്ട് കിട്ടില്ല. ഇതുപോലുള്ള ഇൻകം സോഴ്സ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡാറ്റ ഉണ്ടാവില്ല, ഒരു റെക്കോർഡ് ഉണ്ടാവില്ല. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ ഉള്ള ഒരാളാണ്, നമ്മൾ 4 ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് ഇൻകം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ITR ഫയൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഭൂരിഭാഗം പേർക്കുള്ള ഒരു ഡൗട്ടാണിത്. കാരണം നമുക്ക് സാലറി ഒരു 12 ലക്ഷത്തിൽ താഴെയാണ്, അപ്പോൾ നമ്മൾ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഒരു പോയിന്റ് വരുന്നത്. സോ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ആലോചിക്കുക, നമ്മൾ പ്രോപ്പറായിട്ട് ITR ഫയൽ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡാണ്. നമ്മൾ ആ ഒരു സാമ്പത്തിക വർഷം നമ്മൾ എത്ര ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, അതിലകത്ത് എത്ര ടാക്സ് അടച്ചിട്ടുണ്ട്, ഇതൊക്കെ റെക്കോർഡിക്കലി നമുക്ക് അവൈലബിൾ ആവുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ITR എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ITR ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റിലൂടെ ഒന്ന് അറിയിക്കുക. താങ്ക് യു.